ഹലോ ക്യാപ്റ്റൻ കേക്കാമോ? ഹലോ ക്യാപ്റ്റൻ കേക്കാമോ? നമ്മുടെ പ്ലെയിനിന്റെ കൺട്രോൾ തെറ്റി പ്ലെയിൻ നിലം പതിക്കാനായിട്ട് പോണ്. ഹലോ ക്യാപ്റ്റൻ കൺട്രോൾ. ഹലോ 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 ക്യാപ്റ്റൻ. ആ ആ എന്താണ് 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 ഇപ്പൊ നിങ്ങൾ വിളിക്കാൻ കാരണം? ഹലോ ക്യാപ്റ്റൻ, നമ്മുടെ പ്ലെയിനിന്റെ കൺട്രോൾ തെറ്റി, അതിപ്പോ നിയന്ത്രണം വിട്ട് ഇതാ ഒരു മാൻഷനിൽ ചെന്ന് ഇടിക്കാനായിട്ട് പോവാണ്. ഹലോ ക്യാപ്റ്റൻ കേക്കാമോ? അയ്യോ നമ്മുടെ പ്ലെയിനോ? ഇവിടെ എന്തെങ്കിലും ചെയ്താ പ്ലെയിനെ പിടിച്ചു നിർത്താൻ നോക്ക്. അയ്യോ ക്യാപ്റ്റൻ അതൊന്നും പറ്റണില്ല. അയ്യോ ക്യാപ്റ്റൻ പ്ലെയിൻ ക്രാഷായി നേരെ ഒരു വീടിന്റെ മണ്ടക്കാണ് വീണ. എന്റെ അമ്മോ ക്യാപ്റ്റൻ പണിപ്പാളി. അയ്യോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഗൈസ് രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഇല്ലേ ചുമ്മാ എന്തായാലും നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ചുമ്മാ എന്തായാലും ഇപ്പോൾ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് എന്തായാലും ഒന്ന് സ്വിമ്മിംഗ് പൂൾ എന്തായാലും ഒന്ന് ചാടി കുളിക്കാം ഗൈസ്. ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഫുള്ളായിട്ട് രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ വീടിൻ്റെ സ്വിമ്മിംഗ് പൂളുകളൊക്കെ എന്തായാലും കുളിച്ചിട്ട് എന്തായാലും കയറാണ്. എൻ്റെ മുമ്പ് എന്ത് കഷ്ടമാണ് ഗൈസ്, ഭയങ്കര ബോറടിങ്ങളൊക്കെയാണ് എല്ലാ ദിവസവും. ഓക്കെ നമുക്കാണെങ്കിൽ ചുമ്മാ ഒന്ന് മുകളിൽ പോകാം ഗൈസ്. ഓക്കെ നമുക്കാണെങ്കിൽ കുറച്ച് നേരം ടി വികളൊക്കെ കാണാം ഗൈസ്. ഓക്കെ എനിക്കിപ്പോൾ എന്തോ ടി വി കാണാനായിട്ട് തോന്നണം ഗൈസ്. ഓക്കെ അവിടെ ഫ്രാങ്ക്ലിനുകളൊക്കെ നേരെ എന്തായാലും മുകളിലോട്ട് എന്തായാലും പോവുകയാണ്, എന്നിട്ട് ടി വി കാണാനായിട്ട് എന്തായാലും പോവുകയാണ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എന്തായാലും ടി വികളൊക്കെ എന്തായാലും കുറച്ച് നേരം എന്തായാലും കാണാം ഗൈസ്. ഓക്കെ ഗൈസ് ഒരു ഫോൺ കോളും കാരണം പറഞ്ഞാൽ ഇത് ആരാണ്? ഓക്കെ ഗൈസ് ഇതാരാണ് വിളിക്കണ? ഓക്കെ ഗൈസ് ഇതെന്ന് പറയണ ഗൈസ് നമ്മുടെ ലെസ്റ്ററുകളൊക്കെയാണ്. ലെസ്റ്റർ എന്തിനാണ് ഇപ്പോൾ വിളിക്കണതെന്ന് എനിക്കറിയണം. നമുക്ക് എന്തായാലും ഫോണുകളൊക്കെ നൈസർ എടുത്ത് നോക്കാം. എന്താടാ ലെസ്റ്റർ, എന്താടാ നീ ഇപ്പോൾ വിളിച്ചാ? എടാ ഫ്രാങ്ക്ലിനെ നീ ഒരു കാര്യം അറിഞ്ഞോ? എടാ ഫ്രാങ്ക്ലിനെ നമ്മുടെ മൈക്കിളില്ലേ, നമ്മുടെ മൈക്കിളിൻ്റെ വീടിൻ്റെ ആ ഒരു റൂഫിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഒരു വലിയൊരു പ്രൈവറ്റ് ജെറ്റ് ഇന്നലെ കൺട്രോൾ തെറ്റി ഇടിച്ച് എന്തായാലും വീണിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോഴായിട്ട് തന്നെ ആ ഒരു പ്രൈവറ്റ് ജെറ്റ് ഇടിച്ച് പൊളിഞ്ഞ് വീണ. മൈക്കിളിലെ കുറച്ച് ഫ്രണ്ട്സാണ് എന്നെ വിളിച്ചറിയാം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഇടിച്ച് മൊത്തത്തിൽ പൊളിഞ്ഞ് തവിട് പൊടി മൊത്തത്തിൽ പണ്ടാറടങ്ങി നശിച്ച് നാമാണകല്ലായി പോയേക്കാണ് മൈക്കിളിൻ്റെ വീട്. മൊത്തത്തിൽ പൊളിഞ്ഞ് തവിടുടി ഫുള്ള് വലിയൊരു ബ്ലാസ്റ്റ് ഇവിടെ സംഭവിച്ചു. നീ ഒന്ന് പെട്ടെന്ന് ആടാ ലെസ്റ്റർ ഞാനിത് എത്തി. ഓക്കെ ഗൈസ് ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണി പാളിയേക്കാണ് ഗൈസ്. ഓക്കെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിൽ ഏതൊരു പ്രൈവറ്റ് ജെറ്റ് ഒന്ന് ഇടിച്ചേക്കാണെന്ന് പറഞ്ഞാൽ എടാ ഷിൻചാനെ ഒന്ന് പെട്ടെന്ന് എടാ ഷിൻചാനെ. എന്താടാ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്താ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇങ്ങനെ പേടിച്ചിക്കണ? എടാ ഷിൻചാനെ നീ ഒരു കാര്യം അറിഞ്ഞാ? എടാ നമ്മുടെ മൈക്കിളില്ലേ മൈക്കിള് മൈക്കിളിന് എന്ത് പറ്റി? എടാ മൈക്കിളിൻ്റെ വീട്ടിൽ ഒരു വലിയൊരു പ്രൈവറ്റ് ജെറ്റ് ഒന്ന് ഇടിച്ച് കയറി മൈക്കിളെ വീട് മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് മൈക്കിൾ അതിൻ്റെ അത് പെട്ടുപോയെന്നാണ് നീ പറയുന്നത്. നീ വല്ല ഞാൻ പറഞ്ഞ കേട്ടാ? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, മൈക്കിളെന്നെ വീട്ടിൽ പ്രൈവറ്റ് ജെറ്റൊക്കെ ഒന്ന് ഇടിച്ചു, അതെങ്ങനെ? എടാ അതെനിക്ക് അങ്ങനെയാടാ അറിയാം, മൈക്കിളെ വീട്ടിൽ പോയാലല്ലേ മനസ്സിലാവും. എടാ ഷിൻചാനെ നീ ആ കാര്യം കണ്ടാ? എടാ അളിയ ഷിൻചാനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മൈക്കിളിൻ്റെ വീട് തവിട് പൊടിയെ കിടക്കാനുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടോ മൊത്തത്തിൽ പൊളിഞ്ഞേക്കാണ്. അപ്പോൾ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗമൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ? എടാ ഷിൻചാനെ പെട്ടെന്ന് GTR കയറ്, നമുക്ക് പെട്ടെന്ന് തന്നെ നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് ഇന്ന് GTR എടുക്കാം. ഓക്കെ എന്നാലും കേസ് മൈക്കിളിൻ്റെ വീട്ടിൽ ഏത് പൈലറ്റാണോ കേസ് എന്തായാലും പ്രൈവറ്റ് ജെറ്റൊക്കെ ഉണ്ടെന്നാലും ഇടിച്ച് എന്തായാലും കയറ്റിയത് കേസ്. ഓക്കെ എനിക്കറിയണം കേസ്. എന്തായാലും നമുക്കെന്തായാലും കേസ് നമ്മുടെ GTR എടുത്തോണ്ട് നേരെ മൈക്കിളെ വീട്ടിലോട്ടോ. നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ടാണ് കേസ് മൈക്കിളിൻ്റെ വീട് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കെന്തായാലും ഈസി ആയിട്ട് എന്തായാലും ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചാടിയാൽ മാത്രം മതി മൈക്കിളിൻ്റെ വീട്ടിലോട്ട് എത്താം കേസ്. ഓക്കെ നമുക്കെന്തായാലും നേരെ മൈക്കിളുടെ ഒരു വീട്ടിലോട്ട് കയറ്റാം. ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും മൈക്കിളിൻ്റെ വീട്ടിൽ കണക്ക് വന്നിട്ടുണ്ട്. ഓക്കെ നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ GTR കണക്ക് ഇവിടെ പാർക്ക് ചെയ്ത്. എൻ്റെ മോനെ ഗൈസ് മൈക്കിളിൻ്റെ വീട് കണ്ടോ? എൻ്റെ ആളെ മൈക്കിളിൻ്റെ വീട് പൊളിഞ്ഞ് പണ്ടാറടങ്ങി എൻ്റെ ആകുമ്പോൾ മൊത്തത്തിൽ നശിച്ചേക്കാണ് ഗൈസ്. ഈ ഒരു പ്രൈവറ്റ് ജെറ്റാണ് ഗൈസ് മൈക്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഇടിച്ചു കയറുക. മൈക്കിളിൻ്റെ വീട് തന്നെ കംപ്ലീറ്റ്ലി പൊളിഞ്ഞു പോയേക്കാണ്. ഈ ഒരു വീടിൻ്റെ ഈ ഒരു ലാൻഡ് പോലത്തെ ഈ ഒരു ഏരിയ തൊട്ട് മുകൾ ഭാഗം വരെ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തെടുത്താണ്. ഇത് മൊത്തത്തിലുണ്ട് പൊളിഞ്ഞ് കുഴിയിലോട്ട് വീണേക്കാണ്. എൻ്റെ ആകുമ്പോൾ ഇതാണ് ഗൈസ് ഇടിച്ച ഒരു പ്രൈവറ്റ് ജെറ്റ് എന്ന് പറഞ്ഞാൽ അത് പൊളിഞ്ഞ് പണ്ടാറടങ്ങി കിടക്കുകയാണ്. താഴെ മൈക്കിളിൻ്റെ 2 കാറുകളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ മൈക്കിളിൻ്റെ കയ്യിലാണെങ്കിൽ കുറേ ഗോൾഡൻ കാർസുകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതാണ് അതെന്ന് വെച്ചാൽ. ഓക്കെ മൈക്കിളിൻ്റെ കയ്യിൽ 3 ഗോൾഡൻ കാറും അല്ലാത്ത 2 വണ്ടി ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ എൻ്റെ ആകുമ്പോൾ ഇതൊക്കെയാണ് മൈക്കിളിൻ്റെ ഗോൾഡൻ കാർസ് എന്ന് പറഞ്ഞാൽ. മൊത്തത്തിൽ നശിച്ച് പണ്ടാറങ്ങി പൊളിഞ്ഞ് പണ്ടാറങ്ങി ഒരിക്കലും റെഡിയാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കണുണ്ട്. മൊത്തത്തിൽ പൊളിഞ്ഞിടക്കുകയാണ്. ഓക്കെ ഗൈസ് അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് മൈക്കിളിൻ്റെ ലംബോർഗിനി സിയാനുകളൊക്കെ കിടപ്പുണ്ട്. ഇത് പുതിയൊരു വണ്ടിയാണ്. എൻ്റെ മോൻ ഇങ്ങോട്ട് കയറാനേ പറ്റില്ല. ഇവിടെ മൊത്തത്തിൽ പൊളിഞ്ഞേക്കാണ് കേട്ടോ. മൈക്കിളിൻ്റെ വീട് കംപ്ലീറ്റ്ലി പോയേക്കണേ. എൻ്റെ മോനെ നമ്മൾ താണ്ട
ഇടിച്ച് നേരെ എന്തായാലും താഴെ എന്തായാലും വീണിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. പക്ഷെ എൻ്റെ ആളി മൈക്കിളുടെ വീട് മൊത്തത്തിൽ പൊളിഞ്ഞേക്കാണ് കണ്ട്. ഇത് മൈക്കിളുടെ ഒരു ലംബോർഗിനി സിയാനുകളൊക്കെയാണ്. ഇത് എന്താണ് മൊത്തത്തിൽ ചെടിയൊക്കെ ആണല്ലോ കേസൊക്കെ. നമുക്ക് എന്തായാലും ചാടി വല്ലതും എന്തായാലും കയറാൻ കേസൊക്കെ. അല്ലാതെ ഇപ്പോൾ നടക്കണ കേസിൽ എൻ്റെ മോനെ ഇതെന്താണ് കയറി വരുമ്പോഴുള്ള ഹാളാണ് കേസ് ഈ കിടക്കണേന്ന് വെച്ചാൽ. മൊത്തത്തിൽ എന്തായാലും പൊളിഞ്ഞെന്തായാലും കിടക്കുകയാണ്. എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ശരിയാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കണേ. എൻ്റെ മോനെ ഇതെന്താണല്ലേ. എൻ്റെ ആളി മൈക്കിളിലെ മഹീന്ദ്ര താറാണ് കിടക്കണ. തൊട്ടപ്പുറത്തായിട്ട് ആ ഒരു ഡിഫൻഡർ എന്തായാലും കിടപ്പുണ്ട്. മൈക്കിൾ എവിടെ നിന്നാ? എടാ മൈക്കിളെ നീ എവിടെടാ? മൈക്കിള് ഫ്രാങ്ക്ലിനെ എന്നെ രക്ഷിക്കടാ. അയ്യോ ഫ്രാങ്ക്ലിനെ എന്നെ രക്ഷിക്കടാ, ഞാൻ ഇവിടെ കുടുങ്ങി കിടക്കാണ്. എടാ ഫ്രാങ്ക്ലിനെ എന്നെ രക്ഷിക്കടാ. ഡാ മൈക്കിളെ ഏതാ പറഞ്ഞടാ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ മൈക്കിളിനെ രക്ഷിക്കാനാണ് നമ്മൾ നോക്കണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മുടെ ഫ്രാങ്ക്ലിനും കണക്കെന്തായാലും ഇടിച്ചെന്നാലും വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഗൈസ് മൈക്കിളിനെ ഒന്ന് രക്ഷിക്കണം ഗൈസ്. ഇത് ഇച്ചിരി പാടാണ്. ഇത് എന്താണ് സംഭവം എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. ഭയങ്കര ടഫാണ് ഗൈസ്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി പോകാനായിട്ടൊക്കെ. നമ്മളാണെങ്കിൽ കണ്ട് ഇത് എത്രാമത്തെ പ്രാവശ്യം എന്ന് അറിയാമോ ഗൈസ് നമ്മളെന്തായാലും വീഴണേന്ന് പറയണത്. ഓക്കെ നമുക്കെന്തായാലും നേരെ എന്തായാലും കയറാൻ ഗൈസ്. എൻ്റെ മോനെ നമ്മൾ ഓരോ പ്രാവശ്യം അടിച്ചു വീഴുമ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബ്ലഡ് കണക്ക് പൊക്കി വിടും. നമ്മൾ നേരത്തെ തന്നെ കുറേ പ്രാവശ്യം എന്തായാലും വീണ് കേട്ടോ. എൻ്റെ അമ്മ ഇവിടെ നിന്ന് എങ്ങനെ വീണ് കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ നമുക്കിനി നേരെ ഇവിടെ നിന്ന് നേരെ അങ്ങ് സൈഡിലോട്ടൊക്കെ നേരെ തിരിഞ്ഞ് എന്തായാലും കയറാം. ഓക്കെ ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലും ആ സോഫയിലൊന്ന് ചവിട്ടി കയറാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ സോഫയുടെ അടുത്തായിട്ടാണ് നമ്മുടെ മൈക്കിള് കിടക്കണേന്ന് വെച്ചാൽ. ഓക്കെ നമുക്കെന്തായാലും നേരെ എന്തായാലും ഇതിലേ കൂടെ നമുക്കെന്തായാലും സൈഡിലോട്ട് എന്തായാലും നടന്ന് എന്തായാലും പോവാം കേട്ടോ. എൻ്റെ മോനെ ഫുള്ള് പൊളിഞ്ഞേക്കണം. ഒരു പ്രൈവറ്റ് ജെറ്റ്, അതും ചെറിയൊരു ജെറ്റാണ്. അത്രയും ചെറുതായിട്ടുള്ള ജെറ്റൊന്നും ഇടിച്ചപ്പോൾ കംപ്ലീറ്റ്ലി ഈ വീട് പൊളിഞ്ഞ് പണ്ടാറാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ പൊന്നടാവേ ഇതെന്താണ്. നമ്മുടെ മൈക്കിളിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നല്ല കേസണ്ട. നമ്മൾ ഓരോ പ്രാവശ്യം വീണുകൊണ്ട് നിൽക്കുകയാണ്. ചേട്ടാ ഇതെന്താണ് കേസ്. ഓക്കെ മൈക്കിളിനെ എടുക്കാൻ പറ്റണില്ല കേസണ്ട. മൊത്തത്തിൽ നമ്മൾ എപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഇതെന്താണ് കേസ്. നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും മൈക്കിളിനൊന്ന് രക്ഷിക്കാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഒരു പാടോട്ട് ഗൈസ് നമ്മളെന്തായാലും മൈക്കിളിനെ ഞങ്ങളൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. മൈക്കിളെ മാത്രമല്ല മൈക്കിളിലെ ഫാമിലിയെ കൂടെ നമ്മളെന്തായാലും രക്ഷിച്ചിട്ടുണ്ട്. അവരെന്തായാലും അവിടെ സൈഡിലെടുത്ത് ഇട്ടിട്ടുണ്ട്. മൈക്കിൾ നമ്മൾ കാറിലെടുത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മളെന്തായാലും ആംബുലൻസിനെയും ഞങ്ങളൊക്കെ എന്തായാലും വിളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഫയർ എഞ്ചിനെയും വിളിച്ചിട്ടുണ്ട്. ഈ വീട് നൈസർ കത്താൻ തുടങ്ങിയേക്കാണ് ഗൈസ്. മിക്കവാറും ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എന്തായാലും അവരെന്തായാലും കൂടെ ഒന്ന് വരട്ടെ, എന്നിട്ട് ഈ വീടിൻ്റെ തീയൊന്ന് അണക്കട്ടെ ഗൈസ്. ഓക്കെ എന്നിട്ട് നമുക്ക് എന്തായാലും മൈക്കിളിനെ കൊണ്ട് മൈക്കിളിന് ഒട്ടും വയ്യട്ടെ. എല്ലാം കൂടെ നേരെ മൈക്കിളിൻ്റെ മണ്ടയ്ക്കോട്ടാണ് എന്തായാലും വീണേന്ന് വെച്ചാൽ. ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും ഫയർ എഞ്ചിനും ബാക്കി വണ്ടികളൊക്കെ വന്നിട്ട് ഇവിടെ മൊത്തത്തിൽ എന്തായാലും തീങ്ങളൊക്കെ എന്തായാലും അണയ്ക്കുന്ന എന്തായാലും ഉണ്ട്. ഓക്കെ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ പോയിൻ്റെ ഇടയിൽ ഒരു എന്തായാലും ഫയർ എഞ്ചിന് കയറ്റേണ്ടി എന്തായാലും വന്നു. അത് ഇച്ചിരി പണിയാണ്. അവിടെ തൊട്ട് കയറത്തില്ല, മൊത്തത്തിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് എന്തായാലും വീണേ കാണും. ഓക്കെ ഇവിടെ ഫുള്ളായിട്ട് ഫയർ എഞ്ചിന് തീങ്ങളൊക്കെ അണച്ചുകൊണ്ടിരിക്കണം. മറ്റേതെന്ന് വെച്ചാൽ ആ ഗാർഡൻ കംപ്ലീറ്റ്ലി കത്തിപ്പിടിച്ചു. അവിടെ മൊത്തത്തിൽ ഏതാണ് ചെടികളും ബാക്കി സാധനമൊക്കെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തീ കയറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അങ്ങോട്ട് കയറ്റി നിർത്തുക. സത്യത്തിൽ ഈ വഴിയിൽ ഏതാണ് ഫയർ എഞ്ചിന് കണക്ക് അങ്ങോട്ട് കയറ്റില്ല കേട്ടോ. അതൊരു ജാക്കി വെച്ച് ഈ സാധനത്തിനെ കയറ്റി അങ്ങോട്ട് ആക്കിയതാണ് കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകണ്ട. ഫുള്ളായിട്ടുണ്ട് ഈ ചെടിയുടെ ഇടയിൽ കയറ്റിയേക്കാണ്. ഫുള്ളായിട്ട് ഇവിടെ തീ കണക്ക് പിടിച്ചേക്കാണ്. നമുക്ക് ഈ ഒരു കാര്യം ചെയ്യും, നമുക്ക് നമ്മുടെ ആ ഒരു GTR കൊണ്ട് എന്തായാലും പോകാൻ കഴിയും. ഓക്കെ ആംബുലൻസുകളൊക്കെ ഇവിടെ വന്നോളൂ. എന്നിട്ട് മൈക്കിളിലെ ഫാമിലി എന്തായാലും എടുത്തിട്ട് വന്നു. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു GTR നമുക്ക് എന്തായാലും മൈക്കിളിനെ കൊണ്ട് എന്തായാലും നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാം കേട്ടോ. പാവം കേസ് മൈക്കിൾ ഒട്ടും തന്നെ വയ്യ കേട്ടോ. നമുക്ക് എന്തായാലും നേരെ എന്തായാലും കേസ് ഈ ഒരു GTR കൊണ്ട് നേരെ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് എന്തായാലും പോവാം കേസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി കേസ് നമ്മളെന്തായാലും കേസ് നമ്മുടെ ഏതാണ് ഹോസ്പിറ്റലിലോട്ട് കേസ് നമ്മളെന്തായാലും നമ്മുടെ ഈ ഒരു GTR കൊണ്ട് നമ്മളെന്തായാലും കത്തിച്ച് എന്തായാലും വിടുകയാണ് കേസ്. ഓക്കെ നമ്മളെന്തായാലും നേരെ എന്തായാലും ഹോസ്പിറ്റലിലോട്ടാണ്. എൻ്റെ ആകുമ്പോൾ ഇതെന്താണ് കേസ് ഫ്രണ്ടിൽ ഓരോരുത്തന്മാർ വണ്ടിയും കൊണ്ടെന്തായാലും കയറി തരാണ്. നമുക്കെന്തായാലും എമർജൻസി കണക്കെയാണ്. ഓക്കെ നമുക്കെന്തായാലും എങ്ങനെയാണ് നമ്മുടെ മൈക്കിളിനെ രക്ഷിക്കണം കേസ്. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി കേസ് നമ്മളെന്തായാലും ഹോസ്പിറ്റലിലോട്ട് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേസ് നമ്മളെ ഹോസ്പിറ്റലെന്ന് പറയണത്. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് എന്തായാലും വണ്ടി കൊണ്ട് എന്തായാലും കയറ്റിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ നൈസായിട്ട് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനും ഉണ്ട് കേട്ടോ. ഓക്കെ എന്തായാലും നമ്മളെന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ എന്തായാലും പാർക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഇനി മൈക്കിളിൽ എടുത്തുകൊണ്ട് നമുക്ക് നേരെ എന്തായാലും അകത്തോട്ട് എന്തായാലും പോകാം കേസ്. ഓക്കെ എന്തായാലും നമ്മുടെ ലെസ്റ്ററിൽ കിടക്കുന്ന മൈക്കിളിൽ എന്തായാലും അകത്തോട്ട് എന്തായാലും കൊണ്ടുവരുന്നതാണ്. ഓക്കെ നമുക്കെന്തായാലും ആരെങ്കിലും ഒന്ന് സഹായത്തിനൊന്ന് പോയി വിളിച്ചിട്ട് വരാം. ഓക്കെ ഇവിടെ ആരും ഇല്ല. ഇത് എന്താണ് കേസൊക്കെ. നമുക്ക് എന്തായാലും മേളിലോട്ട് എന്തായാലും കയറാം കേസ്. ആരെങ്കിലും സഹായത്തിന് വിളിച്ചിട്ട് വരാം. നമ്മുടെ മൈക്കിളിനെ കണക്കെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരട്ടെ. ഹലോ ആരെങ്കിലും ഒന്ന് വരുമോ? എൻ്റെ ഒരു കൂട്ടുകാരൻ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, അവനൊന്ന് കൊണ്ടുവരണമെന്ന്. ഞങ്ങൾ തെത്തി ഇപ്പം തന്നെ.
ആ കൂട്ടുകാരനെ രക്ഷിക്കുക. ഓക്കെ, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ മൈക്കിളിന് നമുക്ക് ഒരു പ്രശ്നം കൂടാതെ തന്നെ മൈക്കിള് രക്ഷപ്പെട്ടിട്ടുണ്ട്. മൈക്കിളും അതല്ല മൈക്കിളുടെ ഫാമിലിയും ഗൈസ്. ഓക്കെ, മൈക്കിളിനെ നമ്മളെന്തായാലും ഹോസ്പിറ്റലിലൂടെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. മൈക്കിൾ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെയല്ല, മൈക്കിൾ എന്തായാലും ഓക്കെയാണ്. ഓക്കെ, പക്ഷെ മൈക്കിളുടെ വീട് മൊത്തത്തിൽ എന്തായാലും നശിച്ച് പണ്ടാറിറങ്ങി എന്തായാലും പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മൈക്കിളിന് നല്ല ഗിഫ്റ്റായിട്ട് നമ്മളെന്തായാലും ഒരു പുതിയൊരു കിടലും വീട് കണക്ക് നമ്മളെന്തായാലും വാങ്ങിച്ച് കൊടുക്കാനായിട്ട് നമ്മളെന്തായാലും ഒരു വീഡിയോ കണക്ക് ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ആരെയും നമ്മുടെ ചാനൽ ആരെയും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെയും തീർച്ചയായിട്ടും ഇപ്പോഴും തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് ഇപ്പോഴും തന്നെ പോയി ലൈക്ക് ചെയ്യുക. അതിൻ്റെ ബെല്ലൈക്കൺ കൂടെ നമ്മൾ ചെയ്താൽ വീഡിയോസ് അല്ലെങ്കിൽ അപ്പോഴും നോട്ടിഫിക്കേഷൻ എന്തായാലും എനേബിൾ ആവുകയാണ്. അപ്പം പുതിയൊരു കിടലും വീഡിയോ ഞാൻ എന്തായാലും വീണ്ടും എന്തായാലും കേസ് ഞാൻ എന്തായാലും നാളെ വരുന്നതാണ്. അപ്പം പുതിയൊരു കിടലും വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.